ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവിയലാണ് ഉണ്ടാക്കുന്നത്. ഇത് കുക്കറിലാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റോട് കൂടി തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ അവിയലിൻ്റെ റെസിപ്പി ആയതുകൊണ്ട് നിങ്ങൾക്ക് കാണേണ്ട ആവശ്യമൊന്നുമില്ല, ഉണ്ടാക്കാൻ അറിയാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്ത് പോകരുത് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കാത്ത തരത്തിലുള്ള ഒരു അവിയലിൻ്റെ റെസിപ്പിയാണ്. തീർച്ചയായിട്ടും ഇങ്ങനെ ഫോളോ ചെയ്ത് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടപ്പെടുന്നു. നിങ്ങൾ ഇതുപോലെ തന്നെ വീണ്ടും വീണ്ടും ഉണ്ടാക്കുന്ന ഉറപ്പുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു റെസിപ്പി നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുക. അപ്പോൾ ഒരു 5-8 മിനിറ്റിനുള്ളിൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കറിൽ ഇത് വേവിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രുതീസ് കുക്കറിയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അവിയലിക്കായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറികൾ വേണമെങ്കിലും എടുക്കാം. അപ്പോൾ നമ്മളിവിടെ നീളത്തിൽ അരിയാനായിട്ട് കുറച്ച് പച്ചക്കറികൾ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ കുമ്പളങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ചേനയാണ് എടുത്തിരിക്കുന്നത്, പിന്നെ മത്തങ്ങ എടുത്തിട്ടുണ്ട്, പിന്നെ പച്ചക്കായിൽ പച്ച നേന്ത്രക്കായ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവിയലിക്കായിട്ട് ഇതൊക്കെ എങ്ങനെ അരിഞ്ഞെടുക്കണമെന്നൊന്ന് കാണിച്ചു തരാം. പറയുന്നവരാണെങ്കിൽ അതൊന്ന് സ്കിപ്പ് ചെയ്തോളൂ, അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് കാണിക്കുന്നത്. ഇപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ ഒരു കപ്പിൽ ഒരു 3 കപ്പ് അരിഞ്ഞിട്ടുള്ള പച്ചക്കറികളാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചക്കറികളൊക്കെ അരിഞ്ഞ് തുടങ്ങാം. അപ്പോൾ അത് നമുക്ക് ചേന അരിഞ്ഞെടുക്കാം. അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ ഒന്ന് കനം കുറച്ച് കൊടുക്കാം. അതിനുശേഷം അത് ഇതുപോലെ നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം. അതുപോലെ തന്നെ എല്ലാ പച്ചക്കറികളും അരിഞ്ഞെടുക്കാം നമുക്ക്. പിന്നെ നമുക്ക് ക്യാരറ്റ് ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇത്ര നീളത്തിൽ നമുക്ക് വേണ്ട, അതുകൊണ്ട് തന്നെ അതൊന്ന് പകുതിയാക്കിയതിന് ശേഷം നേരത്തെ നമ്മൾ കനം കുറച്ചില്ല ചേന, അതുപോലെ തന്നെ ഇതിങ്ങനെ കനം കുറച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കനത്തിലായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുത്തിരിക്കുന്നത്. ഇനി ഇത് നേരത്തെ പോലെ തന്നെ നീളത്തിൽ അരിഞ്ഞെടുത്താൽ മതി. അപ്പോൾ നമ്മൾ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കുന്നതുകൊണ്ടായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കഷ്ണങ്ങൾ ഉടയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ നീളത്തിൽ അരിഞ്ഞെടുക്കുമ്പോൾ നന്നായിട്ട് കനം കുറയ്ക്കണമെന്നില്ല. ഇതുപോലത്തെയുള്ള കഷ്ണങ്ങളൊക്കെ ആയിട്ട് അരിഞ്ഞെടുത്താൽ മതിയാവും. കഷ്ണങ്ങളെല്ലാം അരിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ 3 കപ്പ് കഷ്ണങ്ങൾ അളന്ന് മാറ്റിയിരുന്നു. എന്നിട്ട് ബാക്കി വന്നതാണ് കായ, കുമ്പളങ്ങ, ചേന, മത്തങ്ങ എല്ലാത്തിൻ്റെ ഓരോ കഷ്ണങ്ങൾ ബാക്കി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്ന കുമ്പളങ്ങ, ക്യാരറ്റ്, ചേന, മത്തങ്ങ, കായ എന്നിവയൊക്കെ കൂടിയിട്ട് ഒരു 3 കപ്പ് കഷ്ണങ്ങൾ നമ്മൾ ഈ പാത്രത്തിൽ അളന്ന് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് ഒന്ന് വേവിക്കാൻ പോവാണ്. ഇതൊന്ന് കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ട് കഷ്ണങ്ങളിലേക്ക് ആവശ്യമായിട്ടുള്ള ഏകദേശം ഒരു ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ കുറഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല, പിന്നീട് നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണിൻ്റെ പകുതി മുളക് പൊടിയും കൂടി ചേർക്കാം. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് മുളക് പൊടിയുടെ അളവിൽ വേണമെന്ന് വെച്ചാൽ മാറ്റം വരുത്താം കേട്ടോ. ഇനി ഇതിലോട്ട് ഈ വലുപ്പത്തിലുള്ള ഏകദേശം 1 ഇഞ്ചോളം വരുന്ന ഇഞ്ചിയും കൂടി ചതച്ച് ചേർക്കാം. അപ്പോൾ പിന്നീട് ഇതിലോട്ട് ചേർക്കുന്നത് 4 ചെറുള്ളിയാണ്. അപ്പോൾ ചെറുള്ളി തന്നെ എടുക്കാൻ നോക്കുക, എന്നാലാണ് ഇതിനൊരു നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു 4 ചെറുള്ളി ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുക. കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കുക. കറിവേപ്പിലയ്ക്ക് അങ്ങനെ അളവൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എത്രയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇത് വേവാൻ ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം കൂടി പോകാണ്ടിരിക്കാൻ നോക്കണം. അപ്പോൾ ഏകദേശം ഇത്ര ഒരു അളവിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളം മാത്രം നമ്മൾ ഒഴിച്ചു കൊടുത്താൽ മതിയാവും. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ് ഒഴിക്കുന്നത്. 3 ടീസ്പൂൺ എന്ന് പറയുന്നതാണ് 1 ടേബിൾ സ്പൂൺ. അപ്പോൾ പാചകത്തിൽ തുടക്കക്കാരായിട്ടുള്ളവർക്ക് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെപ്പോഴും എടുത്ത് പറയുന്നത്. എന്നിട്ട് നമ്മൾ പിന്നെ ഇതിലോട്ടായിട്ട് ചേർക്കുന്നത് തൈരാണ്. ചെറിയൊരു പുളിയുള്ള തൈര് ചേർക്കാൻ നോക്കുക. അപ്പോൾ കൂടുതൽ പുളി ആവേണ്ട, തീരെ പുളി ഇല്ലാത്തതും വേണ്ട. ചെറിയൊരു പുളിയുള്ള തൈര് ഒരു 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ കൈ വെച്ച് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. നമ്മുടെ ആ ഉപ്പും മുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും പിന്നെ ഇഞ്ചി പിന്നെ ഉള്ളി ചതച്ചത് എല്ലാം കൂടിയിട്ട് ആ തൈരിൻ്റെ ആ പുളി എല്ലാം കൂടിയിട്ട് എല്ലായിടത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ നന്നായിട്ട് ഇളക്കിയെടുത്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതിൽ വെള്ളം. അപ്പോൾ ആ തൈരിൻ്റെയും പിന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ കൂടിയിട്ട് ഏകദേശം ഇത്ര വെള്ളമൊക്കെ മതിയാവും ഇത് വേവിച്ചെടുക്കാനായിട്ട്. കൂടുതൽ വെള്ളമായാലും ഇത് കുഴഞ്ഞ പോലെ ഇരിക്കും. അപ്പോൾ ഈ സമയത്ത് ആ വെള്ളത്തിൽ ഉപ്പും പുളിയൊക്കെ നോക്കുക, വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു വിസിലടിച്ചാൽ മതിയാവും. അപ്പോൾ ഇപ്പോൾ നമ്മൾ വെയിറ്റ് വെക്കണില്ല, ഇതിൽ നിന്ന് ആവി വന്നതിന് ശേഷമാണ് കേട്ടോ വെയിറ്റ് വെക്കുന്നത്. അപ്പോൾ അപകടങ്ങളൊക്കെ ഒഴിവാക്കാനും പിന്നെ ഗ്യാസ് ലാഭിക്കാനൊക്കെ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. അതാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പും കൂടി ഒന്ന് വേഗം റെഡിയാക്കി വെക്കാം. അപ്പോൾ അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് നമുക്ക് 1 കപ്പ് ചിരകിയ നാളികേരം കൂടി ചേർത്ത് കൊടുക്കാം.
അതിനുശേഷം ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ നല്ല ജീരകമില്ലേ, ചെറിയ ജീരകം എന്ന് പറയുന്നത്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിങ്ങനെ എരിവിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം. നമ്മളിവിടെ ഒരു 2 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ഒന്ന് നല്ല ടേസ്റ്റിനായിട്ട് നമ്മൾ ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയുള്ളി തന്നെ എടുക്കുക, അതൊരു 5 എണ്ണം ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർക്കാം. ഇനി ഇതിലോട്ട് ഈ വലുപ്പത്തിലുള്ള 2 കഷ്ണം ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അത് ഏകദേശം ഒരു 2 ഇഞ്ചോളം വരുന്ന ഇഞ്ചിയാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇതിൽ ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട, ഒന്ന് നന്നായിട്ട് ചതയുന്ന രീതിയിലാക്കി എടുത്താൽ മതി. അപ്പോൾ ഇത് ഇതുപോലെ ഒന്ന് ആക്കിയെടുത്താൽ മതി. നന്നായിട്ട് ഇങ്ങനെ പേസ്റ്റ് പോലെ അരയുന്ന രീതിയിലാക്കി എടുക്കരുത് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് ചതയുന്ന രീതിയിൽ ഒന്ന് കറക്കിയെടുത്താൽ മതിയാവും. അപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കുന്നു. എന്നിട്ട് ഇതുപോലെ ഇവിടെ നിന്ന് ആവി വരുന്ന സമയത്ത് നമ്മൾ വെയിറ്റ് വെച്ച് കൊടുക്കുന്നുണ്ട്. വെയിറ്റ് വെച്ചിട്ട് ഒരു വിസിൽ അടിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം അപ്പം തന്നെ ഓഫ് ചെയ്യാണ്. ഫ്ലെയിം ഓഫാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതുപോലെ എന്തെങ്കിലും ഒരു കത്തിയോ അല്ലെങ്കിൽ സ്പൂൺ ഉപയോഗിച്ചിട്ട് അതിൽ പ്രഷർ ഫുൾ കളഞ്ഞെടുക്കണം. അതല്ലെങ്കിൽ ഈ കുക്കർ ഫ്ലെയിം ഓഫ് ചെയ്ത് അപ്പം തന്നെ ഒരു പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം അതിലോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അങ്ങനെയായാലും പ്രഷർ പെട്ടെന്ന് പോയി കിട്ടും. അപ്പോൾ ഒന്നും ചെയ്യാതെ തനിയെ ഇരുന്നിട്ട് കുക്കറിൽ ഫുൾ പ്രഷർ മാറാനായിട്ട് നിൽക്കരുത്. അങ്ങനെയാണെങ്കിൽ കഷ്ണങ്ങൾ കൂടുതൽ ഉടഞ്ഞു പോകും. പിന്നെ നിങ്ങൾക്ക് കഷ്ണങ്ങൾ ഉടയണത് ഇഷ്ടമെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്തോളൂ. അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ പ്രഷർ കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതുപോലെ ചെയ്തിട്ട് ഈ കുക്കറിൽ ഫുൾ പ്രഷർ മാറിയതിന് ശേഷം ഇതൊന്ന് തുറന്നെടുക്കുക. തുറന്നിട്ട് നോക്കുമ്പോൾ കഷ്ണങ്ങളൊക്കെ ഏകദേശം ആവശ്യത്തിനൊക്കെ വെന്തിട്ടുണ്ടാവും. നന്നായിട്ട് കഷ്ണങ്ങൾ കുഴഞ്ഞു പോയിട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. അതായത് കുഴയാതെയാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലോട്ട് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള അരപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. അരപ്പും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ട് ഒന്ന് എല്ലാ കഷ്ണത്തുമ്മയും കൂടി അരപ്പാവണ രീതിയിൽ നന്നായിട്ട് ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ അരപ്പും കൂടി ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതുകൊണ്ട് തന്നെ ഈ സമയത്ത് നമുക്ക് അതിൽ ഉപ്പും പുളിയൊക്കെ നോക്കാം. ഉപ്പ് ഞാൻ കുറവാന്ന് തോന്നിയതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നന്നായിട്ട് തന്നെ വീണ്ടും ഇളക്കിയെടുക്കുക. ശേഷം ഫ്ലെയിം നമ്മൾ ഓണാക്കി കൊടുത്തിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 3-4 മിനിറ്റ് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കുക. അപ്പോൾ അടച്ചു വെക്കാന്ന് പറയുമ്പോൾ ഇതുപോലെ വെറുതെ ഒന്ന് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. അല്ലാതെ കുക്കർ ശരിക്കും അടച്ചു വെക്കരുത് കേട്ടോ. നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 3-4 മിനിറ്റ് ഇങ്ങനെ അടച്ചു വെക്കുന്ന സമയത്ത് ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒരു 2-3 തവണയെങ്കിലും ഒന്ന് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാനും മറക്കരുത് കേട്ടോ. അങ്ങനെ 3-4 മിനിറ്റ് കഴിയുമ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് കഴിഞ്ഞാൽ നന്നായിട്ട് തന്നെ ഇളക്കിയെടുക്കുക. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി. ഇനി നമുക്കിത് കുക്കർ അടച്ചു കൊടുക്കാം. വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് വിളമ്പണ സമയത്ത് മാത്രം തുറന്നാൽ മതിയാവും. അപ്പോൾ ഇത്രയുള്ള വളരെ വേഗത്തിൽ നമുക്ക് ഈ അവിയൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കുന്ന സമയത്താണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കുക്കർ അവിയൽ നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ എളുപ്പം ഉണ്ടാക്കി കഴിയുന്ന ഒരു റെസിപ്പി ആണെങ്കിലും നമ്മൾ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഉണ്ടാക്കുമ്പോഴും ഈ ഒരു ടേസ്റ്റ് തന്നെ നിങ്ങൾക്ക് കിട്ടണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളും എടുത്ത് പറയേണ്ട ചില കാര്യങ്ങളൊക്കെ എടുത്ത് തന്നെ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ ഈ റെസിപ്പി കാണാനൊന്ന് നോക്കുക. എന്നിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക. ഇതേപോലെ തന്നെ ഫോളോ ചെയ്തിട്ട് ഉണ്ടാക്കി നോക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു ടേസ്റ്റ് തന്നെ ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കിയിട്ട് കമൻസ് ഒക്കെ അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യാനും പിന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇതുപോലെയുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പികളുമായിട്ട് നമുക്ക് കാണാം. അതുവരെ നിങ്ങൾ എല്ലാവരും നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹെൽത്തി ആയിട്ട് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുക. അപ്പോൾ വീണ്ടും കാണുന്നവരെ ബൈ.